അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബനു മുസ്തലഖ് യുദ്ധത്തിൻ്റെ ഈ യാത്രയിൽ ഉണ്ടായ മറ്റൊരു വലിയ സംഭവം നമുക്ക് പറയാനുണ്ട്, കേൾക്കാനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടെ, അതിലേറെ വലിയ വിശ്വാസത്തോടു കൂടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. ഇത്തരം സംഭവങ്ങൾ പറയുമ്പോൾ, അതായത് വിവാദം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ പല ഭാഗങ്ങളും ഗൂഢമായി വിവാദം ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമം നടത്തിയിട്ടുള്ള ചില സംഭവങ്ങൾ, ആ സംഭവങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുക നമ്മുടെ ഈമാനിനനുസരിച്ചാണ് എന്നതൊരു വസ്തുതയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് നാം പറയുന്നത്. നമ്മളീ പറയുന്നതെല്ലാം നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നത് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൽ നിന്നുള്ള ദൂതുമായി വന്നിട്ടുള്ള പ്രവാചകനാണ് എന്ന വിശ്വാസത്തോടെ, എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഉപകാരപ്പെടൂ. ഞാനീ പറയുന്ന കാര്യങ്ങൾ ഞാനത് പരമാവധി സഹീഹായി തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം ആധികാരികമായത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. വിവാദത്തെ വിളിച്ചു വരുത്തേണ്ടി വരുന്ന, അല്ലെങ്കിൽ വിളിച്ചു വരുത്തുന്ന വിധത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ മനഃപൂർവ്വം പലപ്പോഴും ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഇത് ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അതൊരിക്കലും ഒരു തിന്മയായി പരിണമിക്കാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. കാരണം ഇതിനെ സംബന്ധിച്ചെല്ലാം, അല്ലെങ്കിൽ ഇതുകൊണ്ടെല്ലാം നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കണം എന്ന ആഗ്രഹം തീർച്ചയായും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചില ആമുഖങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ബനു മുസ്തലഖ് യുദ്ധത്തിൻ്റെ ഈ യാത്രയിൽ, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉണ്ടായ രണ്ടാമത്തെ സംഭവം, അതൊരു വലിയ സംഭവമായിരുന്നു. അത് ഉമ്മുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവരുടെ ചാരിത്രത്തിനെതിരെ നീണ്ട ചില കപടന്മാരുടെ കരങ്ങളായിരുന്നു അന്നവിടെ വെളിച്ചത്തായത്. അത് വല്ലാത്ത വിഷമങ്ങൾ ഒരുപാട് മനസ്സുകളിൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. മഹാനായ നബിയെ മനസ്സായി കാണുന്ന സഹാബി ലോകത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ മനസ്സിനെ വേദനിപ്പിച്ചു. അവരുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചു. അപ്പോൾ ഒരുപാട് മനസ്സുകളെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ആ സംഭവം. അപ്പോൾ അതിൻ്റേതായ ശരിയായ രൂപത്തിൽ, വളരെ ചെറിയ രൂപത്തിൽ നമ്മൾ പറയുകയാണ് ഇൻഷാ അല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയുടെ പര്യായമാണെന്ന് നമുക്കറിയാം. നമ്മളെപ്പോഴും അങ്ങനെ പറയുന്നു, നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, ഒരാളോട്, നബിയെ താങ്കൾ നീതി ചെയ്യണം എന്ന് പറയുന്ന ഒരാൾ, ദുൽ ഹുവൈസിറ എന്ന് പറയുന്ന ഒരാൾ, നബിയെ പരസ്യമായി നിരൂപണം ചെയ്ത ഒരാൾ, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നീതി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യുക എന്ന് നബി ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കാര്യത്തിലും നീതി ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. അത് തെളിയിക്കാൻ നമ്മളത്തെ ഒരുപാട് പച്ചയായ അനുഭവങ്ങൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തീർത്ഥാടന ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മദീനയിൽ നിന്ന് യാത്ര പോകുമ്പോൾ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മദീനയിൽ നിന്ന് ദീർഘയാത്രകൾ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ പോകുമ്പോൾ നബിയോടൊപ്പം ഭാര്യയെ കൊണ്ടുപോകുമായിരുന്നു. അവരുടെ യാത്ര നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന സങ്കല്പത്തിൽ വെച്ചുകൊണ്ട് നബിയുടെ യാത്രയെ നാം കേൾക്കാൻ പാടില്ല, മനസ്സിലാക്കാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ദിവസങ്ങളോളം, മാസങ്ങളോളം ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരിക്കും. അപ്പം അതുകൊണ്ട് ഭാര്യ ഒപ്പമുണ്ടാകും. മിക്ക യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളുണ്ടാകുമായിരുന്നു. നബി ആ ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന ആ രീതിയാണ് വളരെ കൗതുകകരം. അത് നബി നറുക്കെടുത്ത് തീരുമാനിക്കലായിരുന്നു. യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ നബി തങ്ങൾ ഒരു നറുക്കെടുപ്പ് നടക്കും. ആർക്കാണോ നറുക്ക് വീഴുന്നത് ആ ഭാര്യയാണ് ഒപ്പം ഉണ്ടാവുക.
ഹിജ്റ 6-ാം വർഷം നമ്മൾ ചരിത്രം കടന്നു വരുന്ന സമയത്ത് ഹുദൈബിയയിലേക്കുള്ള യാത്രയുണ്ട്. അന്ന് നറുക്ക് കിട്ടിയ ഭാഗ്യവതി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അത് നമ്മൾ ആ സംഭവം പറയുമ്പോൾ പറയാം. കാരണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചില ഇടപെടലുകളൊക്കെ ഉണ്ടായ ഒരു യാത്രയായിരുന്നു അത്. ഈ യാത്രയിൽ ബനു മുസ്തലഖ് യുദ്ധത്തിന് വേണ്ടിയുള്ള ഈ യാത്രയിൽ നറുക്ക് വീണത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കായിരുന്നു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ ആയിഷ ബീവിയാണ്. പക്ഷേ അത് ഇഷ്ടം, മാനസികമായ ഇഷ്ടം, അത് ഒന്നിലധികം ഭാര്യമാരുള്ള ഒരാൾക്ക് കൂട്ടത്തിൽ ഒരു ഭാര്യയോട് കൂടുതൽ മാനസികമായ ഇഷ്ടമുണ്ടാവുക എന്നത് അള്ളാഹു അനുവദിക്കുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അവർക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കൃത്യമായ അളവിൽ, യാതൊരു സന്ദേഹമോ സംശയമോ ഒന്നും വരുത്തി വെക്കാത്ത വിധത്തിൽ തന്നെ ഉള്ളതായിരിക്കണമെന്ന് മാത്രം. ഏതായിരുന്നാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കാണ് ഈ യാത്രയിൽ നറുക്ക് കിട്ടിയത്. അങ്ങനെ അവർ പോയി. യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടക്കാരും തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അവർ ദീർഘമായ യാത്രയാണല്ലോ, നമ്മൾ പറഞ്ഞു കുറേ ദൂരമാണ്. മുറൈസിയ അല്ലെങ്കിൽ ബനു മുസ്തലഖ് ഗോത്രക്കാരുടെ യാത്ര എന്ന് താമസ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇടക്കിടക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങും സ്വാഭാവികമായും. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ സംസ്കാരത്തിൽ പിറന്നവരോ വളർന്നവരോ അല്ലാത്തത് കൊണ്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭാര്യയും ഭർത്താവുമാണ്. സ്നേഹമുള്ള രണ്ട് ഇണകളാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇന്ന് നമ്മുടെ ഭാര്യയോടൊപ്പം കാറിൽ ഒരു സീറ്റിൽ ചാരി ഇരുന്ന് സഞ്ചരിക്കും പോലെയുള്ള ഗതാഗത സംവിധാനങ്ങളായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. അന്ന് മൃഗങ്ങളുടെ പുറത്താണുള്ള യാത്ര. അപ്പോൾ പുരുഷന്മാരിൽ സാമ്പത്തിക ഭദ്രതയുള്ളവർ കുതിരപ്പുറത്ത് പോകും, സാമ്പത്തിക ഭദ്രതയില്ലാത്തവർ ഒട്ടകപ്പുറത്ത് പോകും. സ്ത്രീകൾ പോകാറുണ്ടായിരുന്നത് ഒട്ടകപ്പുറത്ത് മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ്. ആ കൂടിന് അറബിയിൽ ഹൗദജ് എന്നാണ് പറയുക. അപ്പോൾ ആ ഹൗദജിൻ്റെ 4 വശത്തും വിരികൾ തൂക്കിയിട്ടുണ്ടാവും. സ്ത്രീകൾക്ക് വെയിൽ, പ്രതികൂലമായ കാലാവസ്ഥ, ഇതിൽ നിന്നൊക്കെയുള്ള സുരക്ഷ, പിന്നെ ഇസ്ലാം വന്നതിന് ശേഷം അവരുടെ ഔറത്തിൻ്റെ സുരക്ഷ, ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെയായിരുന്നു അവർ പോയിരുന്നത്. അപ്പോൾ അല്ലാതെ ഭാര്യയും ഭർത്താവും ഒരൊറ്റ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒറ്റ കഴുതപ്പുറത്ത് അല്ലെങ്കിൽ ഒരൊറ്റ ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല. അങ്ങനെ കഴിയില്ലല്ലോ. ഒരു മൃഗത്തിൽ ദീർഘദൂര യാത്രയിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നബിയുടെ വാഹനത്തിൽ, ഭാര്യയുടെ വാഹനത്തിൽ, അങ്ങനെയാണ് പോക്ക്. പിന്നെ ഒരിടത്ത് രാത്രി തങ്ങുകയോ അല്ലെങ്കിൽ ദീർഘസമയം വിശ്രമിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് വരും. അവർ രണ്ടുപേരും ഒരു ഹൈമയിൽ ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ്. അപ്പോൾ ഈ സ്ത്രീകളുടെ യാത്ര അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സ്ത്രീകളെ എങ്ങനെയാണ് ഈ ഒട്ടകപ്പുറത്ത് കയറുന്നത്, അല്ലെങ്കിൽ ഈ ഹൗദജിൻ്റെ ഈ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ഈ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് എന്നത് കൂടി നമ്മൾ ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, അത് ആണുങ്ങൾ ഈ പെണ്ണ് ഒട്ടകക്കട്ടിലിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നതിന് ശേഷം ആ കട്ടിൽ ഒന്നിച്ച് എടുത്ത് ഒട്ടകത്തിൻ്റെ മുകളിൽ വെക്കുകയാണ് പതിവ്. ഒട്ടകത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടകത്തിന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഒട്ടകം നടന്നു തുടങ്ങും. അങ്ങനെയായിരുന്നു യാത്ര. സംഭവം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.